കോക്കനട്ട് ദോശ, തേങ്ങ ദോശ ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. സാധാ ദോശ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസായിട്ട് കലക്കിയെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാതെ, അധികം ടൈറ്റ് അല്ലാതെ ലൂസായിട്ടാണ് ഞാൻ ഈ ദോശ മാവ് ഉണ്ടാക്കുന്നത്. കല്ലുമിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഒരു ദോശമാവാണ്. അങ്ങനെയാണ് ഈ ദോശക്ക് ഞാൻ ദോശമാവ് ഉണ്ടാക്കിയത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. അധികം കട്ടിയില്ല, അധികം ലൂസും അല്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കണം. നന്നായി ചിരകിയ തേങ്ങയാണ് ഇട്ടത്, ചെറിയ ചെറിയ പീസാക്കിയത്. ഞാൻ മിക്സിയിലാണ് ചെയ്തത്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കലക്കിയെടുക്കണം, ദോശമാവും തേങ്ങയും കൂടി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് ദോശയ്ക്ക് വേണ്ട മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ദോശ ഇടുന്ന പോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതെല്ലാ ഭാഗത്തും ആയിക്കൊടുത്ത് ഒന്ന് ചുറ്റിക്കൊടുക്കാം. ബ്രഷ് ചെയ്യുന്നവർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പരുത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദോശ പാനിൽ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എവിടെയൊക്കെ ദോശമാവ് ഇല്ലാത്തത് അവിടെയൊക്കെ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലൂസായ മാവായതുകൊണ്ട് പരന്ന് പോയിക്കോളും. അങ്ങനെ ദോശക്കെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിപ്പിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടും. അടുപ്പ് മാറ്റി കുറച്ച് സമയം കഴിഞ്ഞ് അടുപ്പ് മാറ്റാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശു നെയ്യ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, പരത്തി കൊടുക്കാം, എല്ലാ ഭാഗങ്ങളായി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം കൂടി വേവിപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു ഭാഗവും 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇനി രണ്ടാമത്തെ ദോശയും അതുപോലെ തന്നെ ചൂടാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ദോശമാവ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഈ പാനിൽ പുറത്തേക്ക് ഒഴുകി പോവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം നമുക്കിത് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടപ്പ് മാറ്റാം. ഇപ്പോൾ ദോശ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇനി മറിച്ചിട്ട് ഒന്നുകൂടി വേവിപ്പിച്ചെടുക്കാം. 2 ഭാഗവും നന്നായി വേണം. ആ ഭാഗവും
വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് ദോശ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഒരു അടിപൊളി വെറൈറ്റി ദോശയാണ് ഈ കോക്കനട്ട് ദോശ, തേങ്ങ ദോശ. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ മീൻ കറിയോ ചമ്മന്തിയോ ചട്നിയോ ഏതും ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.